ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ മട്ടൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അതുപോലെ കിട്ടുന്ന ഒരു അടിപൊളി മട്ടൻ കറി റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മട്ടനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു കടായി വെച്ച് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 10 മുതൽ 15 പീസസോളം വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, അതുപോലെ നല്ല എരിവുള്ള 5 പച്ചമുളക് ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലില്ലാത്ത മട്ടൺ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മട്ടൺ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഒരുപാട് മസാലാസോ സവാളയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മട്ടനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് മട്ടൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ. ഇപ്പം മട്ടനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ മിക്സ് ചെയ്ത് മട്ടനകത്തെ വെള്ളം മുഴുവനായിട്ടും ഇറങ്ങി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ മട്ടൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒതന്റിക് സ്റ്റൈൽ നംകീനിൽ അവർ ഇതുപോലെ മട്ടൻ മസാലയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അവർ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യം ചേർത്ത പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റും കുരുമുളകും എക്സ്ട്രായും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ മലയാളികൾ പൊതുവെ ഇച്ചിരി എരിവും കളറും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മട്ടൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാനങ്ങ് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് അധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ മസാല ചേർക്കുമ്പോൾ മട്ടൻ്റെ ഒരു കുത്തലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമ്മൾ മസാലയൊന്നും ഒരുപാട് ചേർത്തില്ലെങ്കിൽ തന്നെയും ഇതിന് മട്ടൻ്റെ ഒട്ടും കുത്തലൊന്നും വരില്ല കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും അതുപോലെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോഴും മട്ടൻ്റെ ഫുൾ വെള്ളം ഇറങ്ങി വന്നിട്ടില്ല. നമ്മളിനി വേവിക്കാൻ വെക്കുമ്പോൾ ബാക്കിയും കൂടെ ഇറങ്ങി വന്നോളും. ഈ സെയിം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം കേട്ടോ. ഇനി ഒരു 20 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കൊരു 20-25 മിനിറ്റിൽ മട്ടൺ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിന് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നിങ്ങളുടെ മട്ടൻ്റെ വേവിന് അനുസരിച്ചിട്ട് ടൈമിൽ വേണമെങ്കിൽ ഡിഫറൻസ് വരാം കേട്ടോ. ഇനി വെന്തിട്ടില്ല എങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം. ഇനി ലാസ്റ്റിലായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു മണവുമാണ് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സവാളയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ മട്ടൻ്റെ ആ ഒരു കുത്തലോ ഒന്നും വരില്ല. നല്ല ടേസ്റ്റാണ്. ഒതൻറ്റിക് സ്റ്റൈലിൽ അവർ വെച്ച് വരുമ്പോഴത്തേക്ക് ഇതിന് ഇത്രയും കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ആ മട്ടൻ മസാല ചേർത്തത് കൊണ്ടാണ് ഇത്രയും കളറിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് പൊറോട്ടയ്ക്കും അപ്പത്തിനും നെയ്ച്ചോറിനും ഒക്കെ. അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി റെസിപ്പീസും ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. Okay, thank you.